ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 190 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഇലക്ഷൻ പൂർത്തിയായി. അതായത് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും. ഇനി തേർഡ് ഫേസിലോട്ട് പോവുകയാണ്. അതായത് ഈ 190 സീറ്റുകളിൽ നടന്ന ഇലക്ഷനിൽ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരേ ഒരു ആരോപണമല്ല, എങ്ങനെ മോദിക്ക് പറയുവാൻ സാധിക്കും, ബി ജെ പിക്ക് പറയുവാൻ സാധിക്കും 400 സീറ്റ് കിട്ടും. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ്റെ ഭാഗം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കട്ടെ. അല്ലാതെ മറ്റ് ഇഷ്യൂസ് ഒന്നും അവർ പറയുന്നില്ല. എല്ലായിടത്തും പറയുന്ന 400 സീറ്റ് എങ്ങനെ കിട്ടും, ഇത് മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ അതിലോട്ട് ഫർദർ പോകുന്നില്ല. അപ്പം ഇനി അത് അടുത്ത മൂന്നാമത്തെ ഫേസ്. അപ്പം മൂന്നാമത്തെ ഫേസിൽ ഈ ബി ജെ പി ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും അതായത് മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ഇലക്ഷനാണ് ബംഗാളിൽ നടക്കാൻ പോകുന്നത്. അതിന് പല പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ടാണ് ബംഗാളിന് ഇത്രമാത്രം പ്രത്യേകത ഉണ്ടാകാനുണ്ടായ കാരണം? ബി ജെ പി പറയുന്ന 400 അല്ലെങ്കിൽ 350 സീറ്റ് അത്രയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം 2019 ബംഗാളിൽ 19 സീറ്റ് കിട്ടി. അത് ആ പാർട്ടി പോലും പ്രതീക്ഷിച്ചില്ല. തൃണമൂൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ സംഭവമാണ്. ബി ജെ പിക്ക് ഞെട്ടലുണ്ടാക്കി. 19 സീറ്റ് എങ്ങനെ കിട്ടും? കാരണം വെറും 2 സീറ്റിൽ നിന്നാണ് ഈ 19 സീറ്റിലോട്ട് ബി ജെ പി കുതിക്കുന്നത്. പ്രത്യേകിച്ച് ബംഗാൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ബംഗാളിൽ RSS എന്ന് പറഞ്ഞ സാധനമില്ല. അതായത് സ്ക്രാച്ചിൽ നിന്നാണ് ബി ജെ പി കയറി വരുന്നത്. അപ്പം അടുത്ത ചോദ്യം, 2024 ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും? ഇപ്പോൾ അമിത്ഷാ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഏകദേശം 25 സീറ്റ് ബി ജെ പി നേടും. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഫൈറ്റ് വളരെ സ്പഷ്ടമാണ്. അവരുദ്ദേശിക്കുന്നത് 35 മുതൽ 39 സീറ്റുകൾ അവർക്ക് വേണം. എന്നാൽ മാത്രമേ അവർ ബി ജെ പിയെ പരാജയപ്പെടുത്തി എന്ന് ആ സ്റ്റേറ്റിൽ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മമതാ ബാനർജി അയക്കുന്ന തൃണമൂൽ കോൺഗ്രസിന് ലോകസഭയിൽ ഈ 35 മുതൽ 38 വരെ സീറ്റുകൾ കിട്ടിയാൽ, 42 സീറ്റുകൾ, ഇത്രയും സീറ്റുകൾ കിട്ടിയാൽ അവർക്ക് പ്രതിപക്ഷത്തിൽ ചിലപ്പം ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിന് ഇത്രമാത്രം സീറ്റ് കിട്ടില്ല എന്നുള്ള ധാരണയും ഉണ്ടായിട്ടുണ്ട്. അത് കാരണം അതുകൊണ്ടാണ് അവരൊരു ടഫ് ഫൈറ്റായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഈ ഫൈറ്റിനെ കാണുന്നത്. അപ്പം നമുക്ക് നോക്കാം, 2019 ഇത്രമാത്രം സീറ്റ് കിട്ടാൻ ബി ജെ പിക്ക് 19 സീറ്റ് കിട്ടാനുണ്ടായ കാരണം എന്താണ്? അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലരോടും ചോദിച്ചപ്പോൾ, CPM നേതാക്കളോടും അതേപോലെ തൃണമൂൽ നേതാക്കളോടും ബി ജെ പിയോടും ചോദിച്ചപ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന പത്രമാണ് CPMൻ്റെ ദേശാഭിമാനി. അതേപോലെ തന്നെ ബംഗാളിൽ ഗണശക്തി എന്ന് പറയുന്ന സംഭവമാണ് CPMൻ്റെ ഈ പാർട്ടി പ്രവർത്തകരുടെ അല്ലെ പാർട്ടി കേഡേഴ്സിൻ്റെ വീട്ടിൽ പോകുന്ന പത്രം. അപ്പോൾ ഈ പത്രം വരുത്തുന്ന പാർട്ടി കേഡേഴ്സിനോട് CPM അവർ അനൗദ്യോഗികമായിട്ട് പറഞ്ഞു 2019 തൃണമൂൽ കോൺഗ്രസിനെതിരെ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം, അത് നിശബ്ദമായിട്ട് വോട്ട് ചെയ്യണം, ഇതാണ് പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായിട്ട് CPM അണികളാണ് ബി ജെ പിക്ക് ഇത്രയും വോട്ട് ചെയ്ത് അതിനിർണായകമായിട്ട് 19 സീറ്റ് കൊടുക്കാനുണ്ടായ കാരണം. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ഈ കൽക്കട്ട സിറ്റിയും അതുമായിട്ട് ചേർന്ന പ്രദേശങ്ങൾ, അതായത് പഴയ കൽക്കട്ട പ്രസിഡൻസി, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ആ ഏരിയയിൽ അവിടെയൊന്നും ഈ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്വാധീനത്തെ ഒന്നും ചെയ്യുവാൻ വേണ്ടി ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. വലിയ സ്വാധീനമൊന്നും ചെലുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ബി ജെ പി സ്വാധീനം ചെലുത്തിയ മേഖല എന്ന് പറയുന്നത് ബംഗാളിൻ്റെ നോർത്ത് ബംഗാൾ സൈഡ്, അതായത് സിലിഗുഡി ഉൾപ്പെടുന്ന സൈഡ്. അവിടെ 8ഓളം സീറ്റുകളുണ്ട്. ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന CPM അണികൾ ഈ വോട്ടെടുപ്പിന് ശേഷം, ഈ വോട്ടിങ്ങിന് ശേഷം അവർ CPMന് CPMലോട്ട് തിരിച്ചു വന്നില്ല.
എന്നാണ് പുതിയ കണക്കുകൾ കാണിക്കുന്നത്. അതിൻ്റെ ഒത്തിരി കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് CPM അങ്ങനെ വോട്ട് ചെയ്യാൻ പറഞ്ഞത് 2019? കാരണം തൃണമൂൽ കോൺഗ്രസ് ഇവരുടെ കോട്ടകളിലെല്ലാം കയറി അടിച്ചങ്ങ് പൊളിച്ചു. ഇത് മുഴുവനും പിടിച്ചെടുത്തു തൃണമൂൽ കോൺഗ്രസ്. കാരണം ഗുണ്ടായിസം മാത്രമാണ് CPM ചെയ്ത അതേ ഗുണ്ടായിസമാണ് തൃണമൂൽ കോൺഗ്രസും ചെയ്തത്. അതായത് ഇവരുടെ കോട്ടകളെല്ലാം പിടിച്ചെടുത്തു, ഇവരുടെ പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുത്തു. ഈ പാർട്ടി ഓഫീസുകൾ തിരിച്ചു പിടിച്ചു കൊടുത്തത് മുഴുവനും BJP ആണ്. അതിൻ്റെ പേരിലാണ് ഇവർ BJPയുമായിട്ട് സപ്പോർട്ട് ചെയ്തത്. പിന്നീട് അവർക്ക് CPMലോട്ട് പോകാൻ മടിയായി. കാരണം അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, അതായത് ഇപ്പോൾ അടിയാണെങ്കിലും ബഹളമാണെങ്കിലും പോലീസ് കേസാണെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കുവാൻ വേണ്ടി CPMൻ്റെ നേതാക്കൾ തയ്യാറായില്ല. കാരണം അവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. കാരണം അവർ പൂർണ്ണമായിട്ടും സംപൂജ്യമായി പോയി. ഇപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഈ CPMൻ്റെ അണികൾ BJPയിലോട്ട് പോവുകയും BJPക്ക് ഈ നോർത്ത് ബംഗാൾ സൈഡിൽ വളരെ സ്ട്രെങ്തൻ ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നത് ആ ഭാഗത്തു നിന്ന് അതേപോലെ സീറ്റുകൾ കിട്ടുന്ന മറ്റുള്ള ഭാഗം, അതായത് സെൻട്രൽ ബംഗാളും മറ്റുള്ള സൗത്ത് ബംഗാളും ഇതെല്ലാം കൂടെ കൂടുവാണെങ്കിൽ വീണ്ടും BJPക്ക് ഈ പറയുന്ന 20-22 സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം CAA NRC അവിടുത്തെ ഒരു ഇഷ്യൂ തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പം CPMൻ്റെ ആൾക്കാരെ കേരളത്തിൽ ഈ ഇവിടുത്തെ പത്രങ്ങളൊക്കെ കാണിക്കുന്നു, വൻ ജാഥ നടക്കുന്നു, റാലി നടക്കുന്നു. ഇത് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് ചെറിയ പൊളിറ്റിക്കൽ പാർട്ടിയും അവിടെ പ്രകടനവും റാലിയും നടത്തുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. കാരണം അവർക്ക് ഏത് 50-60 രൂപ കൊടുക്കുകയാണെങ്കിൽ അവർ ഈ റാലിക്കൊക്കെ പങ്കെടുക്കും. ഈ റാലിയും വോട്ടിങ്ങുമായിട്ട് നിങ്ങൾ ക്ലബ്ബ് ചെയ്യരുത്. CPMനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ അവർ ഒരുമിച്ച് മത്സരിക്കുകയാണ്. ഇപ്പം ഈ അലയൻസ് എന്ന് പറയുന്നത് വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. തൃണമൂൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഭയം BJPയോട് തന്നെയാണ്. കാരണം അവർക്കെതിരെ ഇഷ്യൂ ഉണ്ട്. ഇനി പ്രധാന ചില പ്രശ്നങ്ങളുണ്ട് BJP നേരിടുന്ന പ്രശ്നം. അത് RSSൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പ്രധാന പ്രശ്നം, ഈ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് വന്ന പ്രധാനപ്പെട്ട പല നേതാക്കളും ഇവരെല്ലാം അഴിമതി കേസുകളിൽ പ്രതിയായിരുന്നു. ഇപ്പം നാരദ കേസായാലും, ഞാൻ ചെയ്ത കേസാണെങ്കിൽ ശാരദ കേസ്, മറ്റ് പല കേസുകളിൽ ഇവരെല്ലാം പിന്നീട് 2 വർഷവും 3 വർഷം കഴിയുമ്പോൾ ഇവർ വീണ്ടും തൃണമൂൽ കോൺഗ്രസിലോട്ട് പോയി. അതിൻ്റെ കാര്യം എന്താണ് നമുക്ക് ആലോചിക്കാം. അതാണ് ഒരു പോയിന്റ്. കാരണം എങ്ങനെയാണ് ബംഗാൾ പൊളിറ്റിക്സ് പോകുന്നത്? അതായത് ബംഗാളിലെ രാഷ്ട്രീയക്കാർ ഇവർ കറപ്റ്റ് എന്ന് മാത്രമല്ല, ഇവരുടെ എല്ലാം ഇലിസിറ്റായിട്ട് ഇല്ലീഗലായിട്ട് പല ബിസിനസ്സുണ്ട്. ഒന്നാമത് ഈ കൽക്കരിയുമായിട്ട് ബേസ് ചെയ്തുള്ള ബിസിനസ്സാണ് ഇവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഈ ബിസിനസ്സിൻ്റെ അകത്തെ കള്ളപ്പണം അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് മമതാ ബാനർജിക്കൊക്കെ അറിയാം. ഈ പോയവർക്കെല്ലാം ഈ കള്ളപ്പണവും ഈ ബിസിനസ് എല്ലാം ഉണ്ട്. അപ്പം മമതാ ബാനർജി വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കള്ളപ്പണവും ബിസിനസ്സും അവരുടെ രാഷ്ട്രീയത്തിൽ തകർക്കുവാൻ സാധിക്കും. ഇതുകൊണ്ടാണ് ഇവർ മുഴുവനും BJPയിലോട്ട് പോകരുത്, തിരിച്ച് തൃണമൂൽ കോൺഗ്രസിലോട്ട് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്കറിയാവുന്നൊരു നേതാവ്, പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് BJP പോയി, അപ്പുറത്ത് പോയി MP ആയി. 2 വർഷം കഴിയുമ്പോൾ തിരിച്ച് തൃണമൂൽ കോൺഗ്രസിലോട്ട്. കാരണം അയാൾക്ക് ഏകദേശം 150-200 കോടിയുടെ ഈ പറയുന്ന കച്ചവടവും കള്ളത്തരവും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾക്കറിയാവുന്ന വസ്തുതയുണ്ട്. അയാൾ ഈ പാർട്ടി BJPയുമായിട്ട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ ബിസിനസ് മാത്രമല്ല, കുടുംബവും ഫാമിലി മുഴുവനും മമതാ ബാനർജി തകർത്ത് കളയും. ഇതെല്ലാം കൂടെ ബേസ് ചെയ്താണ് ഈ വെസ്റ്റ് ബംഗാൾ പൊളിറ്റിക്സ് എന്ന് പറയാം. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് വെസ്റ്റ് ബംഗാളിൽ BJPക്ക് പഴയ പോലെ സീറ്റ് നിലനിർത്താനുള്ള സാധ്യത കൂടുതലാണ്. ഈ കോൺഗ്രസും CPMന് അവിടെ ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ വലിയ പാടാണ്. അവിടെ ഗെയിനർ എന്ന് പറയുന്നത് BJP തന്നെയായിരിക്കും. കാരണം BJPയുടെ ആ സീറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള BJP എല്ലാ സംഭവങ്ങളും പയറ്റുന്നുണ്ട്. അവിടെ ഈ ബംഗാളിൻ്റെ മറ്റൊരു പ്രത്യേകത, അവിടെ ഈ രാംനവമി അതുമായിട്ട് മൊഹറം ഇതുമായിട്ട് ബന്ധപ്പെട്ട് റയറ്റ്സും പ്രശ്നങ്ങളും നിങ്ങൾ കേട്ട് കാണും. കലാപങ്ങൾ, അത് വർഗീയ കലാപങ്ങൾ. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, മമതാ ബാനർജി ഭരിച്ച സമയത്താണ് വെസ്റ്റ് ബംഗാളിൽ കലാപങ്ങളുടെ ഏറ്റവും റെക്കോർഡുകൾ ഇട്ടത്.
എല്ലാ ആഴ്ചയിലും ഓരോ ഭാഗത്തും ഓരോ പ്രശ്നത്തും ഓരോ കലാപങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം അതിൻ്റെ അകത്ത് സ്പഷ്ടമാണ്. ഇടതുപക്ഷം ഭരിച്ച സമയത്ത്, അത് ജ്യോതിബാസു ഭരിച്ച സമയത്ത് ബംഗാളിൽ കലാപങ്ങൾ ഇതേപോലെ ഉണ്ടായിട്ടില്ല. ഈ കലാപങ്ങൾ കൊണ്ട് അവസാനം ഗുണമുണ്ടാകാൻ പോകുന്ന തൃണമൂൽ കോൺഗ്രസിനാണോ BJPക്കാണോ? ഇതും അവിടുത്തെ ചോദ്യങ്ങളുണ്ട്. അവിടെ പല പൊളിറ്റിക്കൽ ഇഷ്യൂ, ഇപ്പോൾ സന്ദേശ് കാലിയാണെങ്കിൽ പല ഇഷ്യൂസുണ്ട്. CAA, NRC, അങ്ങനെ ഇഷ്ടം പോലെ ഇഷ്യൂ ഉണ്ട്. അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹൈലി കറപ്റ്റഡാണ്. ഇതൊന്നും ഇത്രയും ഇഷ്യൂസ് പറഞ്ഞവർക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ഈ തൃണമൂൽ കോൺഗ്രസിനകത്ത് നിന്ന് പല നേതാക്കളും ഇത് അപ്പുറത്ത് ചാടി, അതായത് BJP ചാടി, അവരുടെ എല്ലാം പേര് ക്ലിയർ ചെയ്തിട്ടാണ് ഇവർ തൃണമൂൽ കോൺഗ്രസിലോട്ട് വരുന്നത്. ഇപ്പം നാരദ സ്കാം എടുത്തു നോക്കുക, അതായത് ഞാൻ ചെയ്ത സ്റ്റോറി എടുത്ത് നോക്കുക. അതേപോലെ തന്നെ ശാരദാ സ്കാം എടുക്കുക, ഏത് അഴിമതി എടുക്കുക, ഇപ്പം ചിറ്റ് ഫണ്ട് അഴിമതി, എന്തെടുത്താലും ഇവർക്കെല്ലാം അവരുടെ പേര് ക്ലിയർ ചെയ്യണം, തിരിച്ചങ്ങ് പോകും. ഇതാണ് അവിടുത്തെ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സിന് ഒരു അറുതി ഉണ്ടാക്കാൻ 2024 സാധിക്കുമോ? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ.